എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദയവായി ക്ഷമിക്കണം. ഏവർക്കും നമസ്കാരം. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ്, അതായത് ഒക്ടോബർ മാസത്തിൽ ഞാൻ ചെയ്ത ഒരു പ്രസ്താവനയെപ്പറ്റി, എനിക്ക് പറ്റിയ തെറ്റ് സമ്മതിക്കുകയും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്ന് ഞാൻ പറഞ്ഞത്, ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ കയറി നടത്തിയ ആക്രമണത്തെ പിന്തുടർന്ന് സംഭവിച്ച പ്രതികരണ തന്ത്രങ്ങളുടെ ഫലമായി 3 മാസങ്ങൾക്കുള്ളിൽ ഇറാൻ ഇതിലിടപെടുകയും ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷവും സങ്കീർണമാകും എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, വരുന്ന ആഴ്ചകളിൽ ഇറാൻ്റെ ഒരു ചട്ടുകമായിരിക്കുന്ന ഹെസ്ബുള്ളയെ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുകയും അവരുടെ ആക്രമണ പ്രതിരോധ ശക്തി കഴിയുന്നത്ര ബലഹീനമാക്കുകയും ചെയ്ത ശേഷം ഒരു 3 മാസത്തിനുള്ളിൽ ഇറാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യം വരും എന്ന് ഞാൻ പറഞ്ഞു. നാം ഒരു ഇപ്രകാരമുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് ആ സാഹചര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളെ നാം എപ്രകാരം മനസ്സിലാക്കുന്നു, അവരുടെ കേപ്പബിലിറ്റീസിനെ നാം എപ്രകാരം അസസ് ചെയ്യുന്നു എന്നതനുസരിച്ച് മാത്രമാണ്, അല്ലാതെ മാജിക് ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ പ്രകാരമുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ ഏവരോടും അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു 3 മാസ അവധി പറയാൻ കാര്യം? ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹെസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യമനിലുള്ള ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇറാൻ ഫൈനാൻസ് ചെയ്യുന്ന മറ്റ് പല ഘടക കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഇസ്രയേലിൻ്റെ സൈനികമായ ബലത്തെപ്പറ്റി വലിയ ഭയവും ബഹുമാനവുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സത്യം നിരാകരിച്ചതുകൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഇസ്രയേൽ ഇറാഖിൽ കയറി അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കുമ്പോൾ ഞാൻ കുവൈറ്റിലാണ്. അന്നേ ദിവസം കുവൈറ്റിൽ എത്രമാത്രം ഭീതി പടർന്നു എന്നതിന് അനുഭവത്തിൽ കൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിയും. ഇസ്രയേലിനോടുള്ള ഭയം അമിതമാണ്. എന്നാൽ എൻ്റെ പരിഗണനയിൽ അന്നും ഇപ്പോഴും ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഗാസയല്ല, അല്ലെങ്കിൽ ഹെസ്ബുള്ളയുടെ മിസൈലുകളല്ല. ഈ എല്ലാ സംഭവ വികാസങ്ങളുടെയും കേന്ദ്രബിന്ദു ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ യുദ്ധത്തിൻ്റെ, അല്ലെങ്കിൽ ഗാസ സംഭവത്തിൻ്റെ തന്നെ ആരംഭം ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ ഒരു പ്രസംഗമാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ആ പ്രസംഗത്തിൻ്റെ മധ്യേ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ഭൂപടം പ്രദർശിപ്പിക്കുകയും അതിൽ പാലസ്തീൻ ഒരു നോൺ എൻറ്റിറ്റിയാണ് എന്ന വിധത്തിൽ അദ്ദേഹം പരാമർശിക്കുകയും ഏറ്റവും ശക്തമായി ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തകർത്തേ തങ്ങൾ അടങ്ങുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞാൻ ആ പ്രസംഗം ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ ഉള്ളിൽ കുറിച്ചതാണ്, വലിയ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നശിപ്പിച്ചേ അവർക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയുകയുള്ളൂ.
ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഞാൻ ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ യാഥാർത്ഥ്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കാലത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും പക്ഷത്ത് നിന്ന് മാത്രമാണ് സംസാരിക്കുന്നതെന്ന് എതിർപക്ഷത്തുള്ളവർ മനസ്സിലാക്കും. പിന്നെ വേറൊരു കാര്യം പറയുമ്പോൾ ഞാൻ അവരുടെ പക്ഷത്താണെന്ന് വിചാരിച്ചവർ അവിടെ എൻ്റെ ശത്രുവാകും. നിഷ്പക്ഷമായി നിൽക്കുന്നവന് ഒരു സുഹൃത്തും ഉണ്ടാകുകയില്ല. അവൻ ഏകനായി, സത്യത്തെ അന്വേഷിക്കുന്നവൻ ഏകനായി മാത്രം നടക്കേണ്ടി വരും. ഏകാന്തതയിൽ അവൻ്റെ ജീവിതം അവസാനിക്കുമെന്നതാണ് യേശുവിൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് ക്രൂശ് വഹിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നുപോയ യേശുവിൻ്റെ കൂടെ നടക്കാൻ ആരുമില്ലാതെ വന്നത്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ആത്യന്തികമായ സത്യത്തെ അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സത്യത്തെ അതിൻ്റെ അച്ചടക്കത്തിൽ സ്വീകരിപ്പാൻ പക്വതയും മാനസികമായ ആധ്യാത്മികമായ വളർച്ചയും പ്രാപിച്ച 10 പേർ ഈ ഭൂമിയുടെ പരപ്പിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഓരോരുത്തരും സത്യത്തെ കാക്ഷിക്കുന്നത് അല്ലെങ്കിൽ സത്യത്തോട് പ്രേമം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്നതുകൊണ്ടാണ്. അപ്രിയമായ സത്യത്തെ അത് സത്യമായതുകൊണ്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് നിലപാട് എടുക്കുവാൻ തക്കവണ്ണം വളർന്ന വ്യക്തികൾ ഈ ഭൂമിയുടെ പരപ്പിൽ നന്നേ കുറവാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, സത്യത്തെ സത്യമായി തന്നെ അതിൻ്റെ വില കൊടുത്ത് ഏത് സാഹചര്യത്തിലും സ്വീകരിപ്പാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും നിനക്ക് തൻ്റെ ഇടമുണ്ടോടാ എന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ആ ചോദ്യത്തിൻ്റെ മുൻപിൽ ചൂളിപ്പോവുകയും പരുങ്ങിപ്പോവുകയുമാണ് ഉണ്ടാകുന്നത് എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടിയല്ല സംസാരിക്കുന്നത്, ഞാൻ എന്നോട് തന്നെ വിരൽ ചൂണ്ടിയാണ് സംസാരിക്കുന്നതെന്നും കൂടെ ഞാൻ സമ്മതിക്കുകയാണ്. ഇനിയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാത്രമല്ല കഴിഞ്ഞ അനേക വർഷങ്ങളിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രതിസന്ധി, യാതൊരു വിധത്തിലും പുത്തുരുത്തപ്പെടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇറാൻ ഇറാഖിൽ കയറി വളരെ സാഹസികമായി, എനിക്ക് തോന്നുന്നു 1983 ഇറാഖിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കാൻ തുനിഞ്ഞത് അത് അനായാസമായി നേടാവുന്ന ഒരു ലക്ഷ്യമായിട്ടല്ല. അതുകൊണ്ട് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നിട്ടും അവരതിന് തുനിഞ്ഞു. പക്ഷേ അത്ര വലിയ തിരിച്ചടി ഉണ്ടായില്ല, അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല. ഇറാൻ ഇന്ന് ആ ഒരു വലിയ റീജിയണൽ പവർ തന്നെയാണ്. സൈനികമായി അവർ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. നമുക്കറിയാം, റഷ്യയെപ്പോലും സഹായിക്കുന്നത് ഇറാനാണ്. റഷ്യ, ഇറാൻ, നോർത്ത് കൊറിയ ഒരു ആക്സസ് ഉണ്ട്. മാത്രവുമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വം വളരെയധികം കാംക്ഷിക്കുന്ന ഒരു വൻ ശക്തിയാണ് ഇറാൻ. മുസ്ലിം ലോകത്തെമ്പാടും പടർന്നു കിടക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ഇസ്ലാമിക് ബോംബ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാനതിലവരെ കുറ്റം പറയുകയല്ല, എൻ്റെ യാഥാർത്ഥ്യം പറയുകയാണ്. മറ്റുള്ളവർക്ക് ബോംബ് ഉണ്ടാകണം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ബോംബ് ഉണ്ടാക്കിക്കൂടാ എന്ന് അവർ ചിന്തിക്കുന്നതിൽ ന്യായമുണ്ട്. ഈ ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ പ്രോഗ്രാമിൽ സ്ഥിതി ചെയ്യുന്നത് തികച്ചും ഇരട്ടത്താപ്പാണ്, ഹിപ്പോക്രസിയാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോഴുള്ള ന്യൂക്ലിയർ ശക്തികൾക്ക് ന്യൂക്ലിയർ ബോംബ് അവരുടെ അഭിമാനമായി കൊണ്ട് നടക്കാം, പക്ഷെ മറ്റാർക്കും അത് പാടില്ല എന്ന് പറയുന്നതിൽ പോത്തിനോട് പോലും നമുക്ക് പറയാൻ കൊള്ളാത്ത ഒരു ന്യായമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ആരുടെയിലും ആർക്കും ന്യൂക്ലിയർ ആയുധം പാടില്ല എന്ന് മാത്രവുമല്ല, ഈ ഭൂമിയുടെ പരപ്പിൽ യുദ്ധം അവസാനിപ്പിക്കണം. മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്നുള്ള ഈ വലിയ ഭ്രാന്ത് അവസാനിപ്പിക്കണം എന്ന ഒരു നേരിയ അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആദർശപുരുഷനായ യേശു പറഞ്ഞു, വാള് ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും.
ഞാൻ ഇതേ ആശയം വെച്ചുകൊണ്ടാണ് 6 മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്, ഇസ്രയേൽ ഇപ്പോൾ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അവരെത്ര സമൃദ്ധമായി ഈ യുദ്ധം കൈകാര്യം ചെയ്താലും അവസാനം അവർ വലിയ വലിയ നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും വഴുതിപ്പോകും. ഫ്രം എ ലോങ് ടേം പെർസ്പെക്റ്റീവ് വാട്ട് ഇസ്രയേൽ ഈസ് ഡൂയിങ് ഈസ് സൂയിസൈഡൽ എന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ യേശു പറഞ്ഞ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നതുകൊണ്ടാണ്. ശക്തി പ്രയോഗം കൊണ്ട് ഈ ലോകത്തിൽ ഒരു പ്രശ്നവും പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, കയ്യൂക്കിൽ മനുഷ്യൻ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു എന്നതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശാപം. ഞാൻ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കാൻ തൽക്കാലം തുനിയുന്നില്ല. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹിസ്ബുള്ള ഉണ്ടെന്നോ ഹമാസ് ഉണ്ടെന്നോ ഉള്ളതല്ല. ഇത് രണ്ടും കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത അവർക്കുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം, അവരുടെ നിലനിൽപ്പിനെ തന്നെ അപകടമാക്കുന്ന പ്രശ്നം, അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഭീകരമായ പ്രശ്നം, അവർക്കൊരു വിധത്തിലും സ്വീകരിപ്പാനോ പുത്തുരുത്തപ്പെടുവാനോ കഴിയാത്ത പ്രശ്നം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെയാണ്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ്. ഒരൊറ്റ ബോംബ് കൊണ്ട്, ആധുനിക കാല ലോകത്തുള്ള ഒരൊറ്റ ബോംബ് കൊണ്ട് യഹൂദന്മാരെ ഏതാണ്ട് 100% ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് തൂത്തുമാറ്റിക്കളയുവാൻ സാധിക്കും എന്നത് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേലിനോട് വച്ച് പുലർത്തുന്ന സന്ധിയില്ലാത്ത ഈ വെറുപ്പിൻ്റെ സമീപനം കഴിയുമെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു യഹൂദൻ പോലും അവശേഷിക്കാൻ ഇടയാകരുത്. അങ്ങനെയുള്ള ഒരു നേട്ടം പ്രാപിപ്പാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുസ്ലിം ലോകത്തിൽ ഏറ്റവും വലിയ സ്വീകാര്യതയും പ്രശംസയും ഇരിപ്പിടവും ഉണ്ടാകും എന്ന ഈ ഒരു കണക്കുകൂട്ടൽ ഇസ്രയേലിൻ്റെ ഭീതിയെ, അസുരക്ഷിതാവസ്ഥയെ നന്നേ വികസിപ്പിക്കുന്നുണ്ട്, വഷളാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഏതു വില കൊടുത്തും ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നശിപ്പിച്ച് ഇസ്രയേലിന് നിലനിൽപ്പുള്ളൂ എന്ന ഒരു നിഗമനത്തിൽ, അത് നെതന്യാഹുവാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതെങ്കിലും അതിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇസ്രയേലിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ളൊരു സംഭവ വികാസം അനിവാര്യമായിരുന്നു എന്ന് 6 മാസത്തിന് മുൻപേ എനിക്കറിയാമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി സംഭവിച്ചത് 3 മാസങ്ങൾക്ക് മുൻപ് സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന് പറയാൻ കാര്യം, എനിക്കവിടെ തെറ്റുപറ്റാൻ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇസ്രയേലിൻ്റെ കഴിവുകളെ, അതായത് സൈനിക ശക്തിയെ ഏത് തോതിൽ വരെ ഇറാനും അവരോട് സഹകരിക്കുന്ന മറ്റ് ഘടകങ്ങളും ഭയപ്പെടുന്നു എന്നതിൻ്റെ കണക്ക് കൂട്ടലിലാണ്, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സൈനിക ശക്തി ഈ 3 മാസത്തിനുള്ളിൽ എത്രമാത്രം ക്ഷീണിപ്പിക്കാം, ശോഷിപ്പിക്കാം എന്ന അവിടെ കണക്കുകൂട്ടലിനെ പറ്റിയുള്ള എൻ്റെ കണക്കുകൂട്ടലിനെ ആശ്രയിച്ചാണ് 3 മാസം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം സംഭവിച്ച അല്ലെങ്കിൽ വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹകരണം, അമേരിക്ക ഇസ്രയേലിന് വലിയ തോതിൽ ആയുധം നൽകുന്ന ഈ ഒരവസ്ഥ, ഇത് ഈ ഒരു കാലഘട്ടത്തെ നീട്ടിക്കൊണ്ടുപോയി എന്നത് എനിക്ക് വ്യക്തമാണ്. മാത്രവുമല്ല, ഞാൻ ആദ്യം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇറാൻ ഇസ്രയേലിൻ്റെ യുദ്ധശക്തിയെ ഭയപ്പെടുന്നു എന്നതും ഈ 3 മാസം കൂടെ ഇറാൻ ഇന്നലെ എടുത്ത നടപടികൾ താമസിപ്പിക്കാൻ ഇടയായി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുക. ഏതായാലും ഞാനത് കൂടുതലായി അതിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ വളരെ അപകടമേറിയ ഒരവസ്ഥയാണ്. ഇത് കഴിയുമെങ്കിൽ നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. മനുഷ്യരാശിയുടെ മധ്യത്തിൽ സമാധാനത്തെപ്പറ്റി അല്പം താല്പര്യമോ ഭാവിയെപ്പറ്റി അല്പം ചുമതലബോധമോ ഉണ്ടെങ്കിൽ ഈ തീക്കളി അവസാനിപ്പിക്കാൻ ഭ്രാന്ത് പിടിക്കാത്ത
സമചിത്തതയുള്ള എല്ലാവരും ഏറ്റവും കാര്യക്ഷമമായി സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ സംഭവത്തിൽ കൂടെ ഞാൻ തിരിച്ചറിയുന്ന ഐതിഹാസികവും ആത്മീയവുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാനൊരു യുദ്ധതന്ത്രജ്ഞനല്ല, ഞാനൊരു രാഷ്ട്രീയ വിശ്ലേഷകനുമല്ല, പൊളിറ്റിക്കൽ ഒബ്സർവർ ഓർ ആനലിസ്റ്റ് അല്ല. ഞാൻ ആത്മീയമായി മനുഷ്യൻ്റെ അവസ്ഥയെ അല്പം ചരിത്രബോധത്തിൽ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു അവസ്ഥ, അതായത് ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കൂടെ പൊന്തി വരുന്നതായി എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ചരിത്ര സത്യം എന്താണ്? ഇത് ഞാൻ പറയുമ്പോൾ ചരിത്രത്തെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്നവർക്ക് ഞാൻ പറയുന്നത് ബാലിശമാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആഴത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മർമ്മത്തെ നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിപ്രകാരമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ, ഇപ്പോൾ ഇസ്രയേലും ഹെസ്ബുള്ളയുമുള്ള യുദ്ധം മൂർച്ച കൂടുന്നു. ഇസ്രയേലും ഇറാനും തമ്മിൽ വലിയ തോതിൽ യുദ്ധം നടക്കാനുള്ള സാധ്യതയുടെ വക്കിൽ നാം എത്തിയിരിക്കുന്നു. അത് സംഭവിക്കുമ്പോൾ അമേരിക്ക മാറി നിൽക്കുകയില്ല. അമേരിക്ക ഇടപെടുമ്പോൾ അമേരിക്ക മാത്രമല്ല, അമേരിക്കയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെയുള്ള അനേക ശക്തികൾ. ഇന്ത്യയുടെ നിലപാട് എന്തായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ചൈന പോലും ഇറാൻ്റെ അക്രമത്തെ അപലപിച്ചു. എന്നാൽ റഷ്യ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ആരംഭിച്ച് അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്ന വിധത്തിൽ വിജയം പ്രാപിക്കുകയും എതിരാളിയെ തോൽപ്പിക്കുകയും ചെയ്യാം എന്ന് ഞാൻ കരുതുന്നില്ല. ആ ഒരു ലക്ഷ്യം ഏതെങ്കിലും വിധത്തിൽ പ്രാപ്യമാണ് എന്ന് ഭ്രാന്തുള്ളവർക്ക് മാത്രമേ തോന്നുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇസ്രയേലും പലസ്തീനികളും തമ്മിൽ ഗാസ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആരംഭിച്ച ഈ വലിയ സംഘർഷം, അതിൻ്റെ പോംവഴി 2 നേഷൻ സൊല്യൂഷനാണ് എന്നതും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ബുദ്ധിമാന്മാരെല്ലാവരും. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഇത് വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഗാസയിൽ തന്നെ 2.25 ലക്ഷം പലസ്തീനികൾ വസിക്കുന്നുണ്ട്. ഗാസ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റ് പോലെയുള്ളൂ. അവിടുത്തെ ജനസംഖ്യ വളരെ ത്വരിതഗതിയിൽ വർദ്ധിക്കുന്നു. ഒരു മാസം 50,000 മുതൽ 60,000 വരെ കുഞ്ഞുങ്ങൾ പിറന്ന് വീഴുന്നുണ്ട്. ഈ സ്ഥലത്ത് യാതൊരു വിധത്തിലുള്ള കൃഷിയും സന്ധാരണത്തിനുള്ള മാർഗങ്ങളുമില്ല. വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ ആൾ ഭക്ഷിക്കണമെങ്കിൽ വെളിയിൽ നിന്ന് ആഹാരം കൊണ്ടുവരണം. വെള്ളവും ഇലക്ട്രിസിറ്റിയും ഇസ്രയേൽ തന്നെ കൊടുക്കണം. അവിടെ എങ്ങനെയാണ് 2 രാജ്യങ്ങൾ സമാധാനപരമായി സഹവർത്തിക്കുന്നത്? ഞാൻ ചരിത്രം അല്പം വായിച്ച് മനസ്സിലാക്കിയതെന്ന് എക്കാലത്തും നടന്നിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്? ഒരു ജനതയുടെ നിലനിൽപ്പ് സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ട് അപകടത്തിലാകുമ്പോൾ, അതായത് അവിടെ വസിക്കുന്ന ആളുകൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടത്ര ആഹാരവും കുടിക്കാൻ വേണ്ടത്ര ജലവും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അനിവാര്യമായവ ഇല്ല എന്ന അവസ്ഥ വരുമ്പോൾ അവർ നിശ്ചയമായും അയലത്തുള്ള ആളുകളെ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കും. ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ.
കഴിഞ്ഞ 7000-10000 വർഷം കൊണ്ട് ഗോത്ര യുദ്ധങ്ങൾ തൊട്ടതാണ് നാം കാണുന്നത്. ആദിമകാലത്തൊരു ഗോത്രത്തിൽ 100 കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളർന്ന് അപ്പോൾ ആദ്യം ഈ 100 കുടുംബങ്ങൾക്ക് വസിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ നേടുവാനുമുള്ള ഭൂമി അവർ കൈക്കലാക്കിയിരുന്നു. അത്രമാത്രം ഭൂമി മതി എന്നവർ വിചാരിച്ചു. എന്നാൽ ഈ ഗോത്രത്തിൻ്റെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ ഭൂമി അപര്യാപ്തമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവർ അടുത്തുള്ള ഗോത്രത്തെ ആക്രമിച്ച് അവിടെ നിലനിൽപ്പിന് വേണ്ടി ആ ഗോത്രത്തെ ഇല്ലാതാക്കുകയും അവരുടെ ഭൂമിയും സ്വത്തും കൈക്കലാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യം വന്നപ്പോഴാണ് ഗോത്രയുദ്ധങ്ങൾ നടന്നതെന്ന് നമുക്കറിയാം. അത് തന്നെയാണ് ഇവിടെ, യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഇസ്രയേലും പാലസ്തീനും 2 സോവറിൻസ് രാഷ്ട്രങ്ങളായി ഈ ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് വസിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു യുക്തി സഹജമായ അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. അങ്ങനെ 2 രാഷ്ട്രമുണ്ടാക്കിയാൽ ഈ യുദ്ധം എന്നേക്കും നിരന്തരം തുടർന്നുകൊണ്ടേ ഇരിക്കുവാനും രക്തച്ചൊരിച്ചിൽ അവസാനിക്കാതിരിക്കാനുമുള്ള ഒരു സാഹചര്യം നാം സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചത് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. പിന്നെ എന്താണ് ഒരു പോംവഴി എന്നത് പറയാൻ തന്നെ ഞാൻ മടിക്കുകയാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല. അതാരും പരിഗണിക്കാത്ത ഒരു നിർദ്ദേശമായിരുന്നു എന്ന് അന്നും എനിക്കറിയാം, ഇപ്പോഴും അറിയാം. പക്ഷേ അതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം തന്നെ നിരന്തരം അസുരക്ഷിതാവസ്ഥയിൽ ആണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്കാകെ ആശ്രയിക്കാവുന്നത് ദൈവത്തിലല്ല, ആയുധങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ, ഈ റീജിയൻ ഒരു സൂപ്പർ പവറായി അവർ വളർന്നു. അവരൊരു സൂപ്പർ പവർ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവർ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ അവർ സൂപ്പർ പവർ ആകുന്നതിന് ആയത് അർത്ഥശൂന്യമാക്കാൻ ഒരൊറ്റ കാര്യം മതി. അതിൻ്റെ പേരാണ് ഇറാനിയൻ ബോംബ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അത് സ്വീകരിക്കുകയില്ല. ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കാതെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ജനതയായി, ഒരു രാഷ്ട്രമായി തുടരുവാൻ സാധ്യമല്ല. അവർക്ക് ഈ ലോകത്തിൽ സർവൈവൽ ഉണ്ടാകുകയില്ല എന്നതാണ് അവരുടെ നിഗമനം. അവരെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് റൈറ്റ് ടു എക്സിസ്റ്റൻസ് ആണ് എന്ന യാഥാർത്ഥ്യം പലരും മറന്നു പോകുന്നു. നാം അവരുടെ അവസ്ഥയിലായിരുന്നു ചിന്തിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. ഫോർ ദം ഇറ്റ്സ് എ റൈറ്റ് ടു എക്സിസ്റ്റൻസ്. അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ എപ്പോഴും ആ തരത്തിലായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഭയക്കുന്നത്, ഇപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ ഇപ്രകാരം 200 ക്രൂസ് മിസൈൽസും ഡ്രോൺസും ബാലിസ്റ്റിക് മിസൈൽസും കൊണ്ട് നിങ്ങളെ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ പകരം വീട്ടി ചൊല്ലിട്ടു, നമുക്കിനിയും നമ്മുടെ ആളയിലേക്ക് തിരിച്ചു പോകാം എന്ന് ഇറാൻ പറയുമ്പോൾ ഇറാനും അറിയാം അങ്ങനെ നടക്കാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, അങ്ങനെ നടക്കാൻ പോകുന്നില്ല. ഇസ്രയേൽ ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കാൻ ശ്രമിക്കും എന്നതാണ് എൻ്റെ നിഗമനം. ഇസ്രയേൽ മനഃപൂർവ്വമാണ് സിറിയയിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചതും. അവർക്കറിയാം അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു കോൺസുലേറ്റ് അല്ലെങ്കിൽ എംബസി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോവറിൻ ഇറാനിയൻ പ്രോപ്പർട്ടി. അത് ഇറാനെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അവർ മനഃപൂർവ്വം ആക്രമിച്ചതാണ്. ഇറാൻ്റെ സീനിയറായിട്ടുള്ള മിലിറ്ററി നേതാക്കന്മാരെ, ജനറൽ ലെവലിലുള്ള ആളുകളെ കൊന്നാൽ ഇറാൻ കൈകെട്ടിയിരിക്കും എന്ന് ഇസ്രയേൽ ഒരു കാലത്തും ചിന്തിക്കുകയില്ല. എപ്രകാരം ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിൽ കയറി അടിച്ച് അവരുടെ വീരപരാക്രമത്തിൽ 1400 ഇസ്രയേലികളെ കൊന്നിട്ട് മടങ്ങി വന്നപ്പോൾ
തിരിച്ചടി ഉണ്ടാകുമെന്നത് 100% അവർക്കറിയാവുന്നതായിരുന്നുവോ, അതുപോലെ തന്നെ ഇസ്രയേലിനും അറിയാം ഇറാൻ്റെ കോൺസുലേറ്റിൽ പോയി അവരുടെ സീനിയർ മിലിറ്ററി ജനറൽസിനെ കൊന്നാൽ ഇറാൻ കൈകെട്ടിയിരിക്കുകയില്ല, ഒരു രാജ്യവും കൈകെട്ടിയിരിക്കുകയില്ല. അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഇസ്രയേൽ സൃഷ്ടിച്ചതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സൃഷ്ടിക്കാൻ കാരണം അത് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു നീതീകരണം സൃഷ്ടിക്കും എന്ന ഒരു കണക്കുകൂട്ടലിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇസ്രയേൽ തീർച്ചയായും ഈ അവസരം ഉപയോഗിക്കും. അവർ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ ആക്രമിക്കും. എന്നാൽ ഈ കാലത്ത് ഇസ്രയേൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായും അവർ മനസ്സിലാക്കിയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രയേൽ ബോംബിടണമെങ്കിൽ ഇറാൻ തന്നെ ബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവർക്കൊരു പ്ലെയിൻ നോർത്ത് കൊറിയയിൽ നോംപെങ്കിൽ അയച്ചിട്ട് അവർക്ക് വേണ്ട പൈസ കൊടുത്താൽ അവിടുന്ന് 2-3 ന്യൂക്ലിയർ പടക്കം വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അത് ഇസ്രയേൽ കൊണ്ടുവരാനുള്ള കഴിവ് ഇറാനുണ്ട് എന്നൊരു യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ഏത് വിധത്തിൽ ഇത് പരിഹരിക്കപ്പെടും, ഇതൊരു ന്യൂക്ലിയർ ആയുധ പരിശീലനമില്ലാതെ ഈ ഒരു സംഘർഷം അവസാനിക്കുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്ക് ഒന്നും വ്യക്തമായി പറയാൻ സാധ്യമല്ല. ഏതായാലും നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ സംഭവിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ സൈനിക പ്രതിസന്ധി ഏറ്റവും സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കാം. ഇതിൽ നിന്ന് ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം ഒന്ന് മാത്രമാണ്: ആയുധത്തിൽ ആശ്രയിച്ച് മനുഷ്യന് സമാധാനത്തോടെ ഭൂമിയുടെ പരപ്പിൽ വസിപ്പാൻ സാധ്യമല്ല. ഒരേ ഒരു വഴിമാർഗം, അത് സാഹോദര്യത്തിൻ്റെ വഴിയാണ്. സങ്കടമെന്ന് പറയട്ടെ, ഇസ്ലാം സാഹോദര്യത്തിൻ്റെ മതമാണ്. യഹൂദ മതവും അപ്രകാരം തന്നെയാണ്. പക്ഷേ അവർ എന്തുകൊണ്ടോ ആ സാഹോദര്യത്തിൽ ആരംഭിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാവരും സഹോദരങ്ങളാണെന്ന തിരിച്ചറിവിലാണ് യഹൂദ മതത്തിൻ്റെ ആരംഭം. ആ വഴി വിട്ടിട്ട് അവർ യുദ്ധത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചതുകൊണ്ട് അവർ കഴിഞ്ഞ 2000 വർഷം ഭൂമിയുടെ പരപ്പിൽ ഊടാണ്ടി നടക്കേണ്ടി വന്നു. എന്നിട്ടും അവർ പാഠം പഠിച്ചില്ല. അവരുടെ ഏക പ്രത്യാശ, ഏക ആശ്രയം ആയുധത്തിൽ മാത്രമാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. കാരണം ലോകത്തിൽ മറ്റെല്ലാവരും ആയുധത്തിൽ മാത്രം ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് തുച്ഛമായ ഒരു ജനത മാത്രം അവരുടെ മധ്യത്തിൽ അവരാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അവർക്ക് ഭൂമിയുടെ പരപ്പിൽ വസിപ്പാൻ, ഒരു ദിവസം ജീവിപ്പാൻ അവകാശം ഇല്ല, അവരെ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ശഠിക്കുന്ന ഒരു വലിയ കൂട്ടത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ജനം, തുച്ഛമായ ജനം, അവർക്ക് മറ്റെന്ത് പോംവഴിയാണ് ഉള്ളത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി വ്യക്തമായ ഉത്തരമുണ്ടാകുകയില്ല. ഞാൻ ഉത്തരം മുട്ടിപ്പോവും. പക്ഷേ ഇസ്രയേലികളാണെങ്കിലും പാലസ്തീനികളാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചേ മതിയാകൂ. ബലപ്രയോഗം, ഫെയ്ത്ത് ഇൻ വയലൻസ് ഒരു പ്രശ്നത്തെയും പരിഹരിക്കുകയില്ല, സനാതനമായി പരിഹരിക്കുകയില്ല. ബലപ്രയോഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് മുന്നേറുവാൻ ആർക്കും സാധ്യമല്ല. രക്തച്ചൊരിച്ചിലുകളെ പ്രസവിക്കും. അത് സമാധാനത്തിൻ്റെ വഴിയെ പുരോഗമിപ്പാൻ ആരെയും ചരിത്രത്തിൽ നാളിതുവരെ അനുവദിച്ചില്ല. സമാധാനത്തിലേക്കുള്ള യാത്ര സാഹോദര്യമെന്ന് പറയുന്ന ഇടുങ്ങിയ വഴിയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ വെളിപ്പെടുത്തൽ. ആ വലിയ ആത്മീയമായ തിരിച്ചറിവിനെ ആശ്രയിച്ചാണ് വിശ്വസാഹിത്യത്തിൽ വളരെ ദീപ്തമായി ശോഭിക്കുന്ന വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസറാബിൾ എന്ന നോവൽ, പാവങ്ങൾ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ആ നോവൽ സാഹോദര്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ആവിഷ്കാരമാണ്. അതിനേക്കാൾ മഹനീയമായ ആവിഷ്കാരമാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ശ്രീ നാരായണ ഗുരുവിൽ കൂടെ നാം പ്രാപിച്ചത്. കേരളം സാഹോദര്യത്തിൻ്റെ മണ്ണായിരിക്കണം എന്ന് മോഹിക്കുകയും അതിനുവേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുകയും ചെയ്ത അതിമനോഹരമായ ഒരു മാതൃക. ഇത് എല്ലാവരും
സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമായി കേരളം വളരണമെന്ന്, സാഹോദര്യത്തിൻ്റെ ഒരു ഉദ്യാനമായി കേരളം രൂപാന്തരപ്പെടണമെന്ന് സ്വപ്നം കണ്ട ഒരു വലിയ ആത്മീയമായ പ്രഭ കേരളത്തിൻ്റെ വിഹായസിൽ ജ്വലിച്ചിരുന്നു എന്നോർക്കുന്നത് എൻ്റെ മനസ്സിനെ അഭിമാനം കൊണ്ട് നിറയ്ക്കുകയാണ്. അതുമാത്രമാണ് മുൻപോട്ടുള്ള വഴി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല, നെതന്യാഹുവും ബൈഡനും പുട്ടിനും നൽകുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം സാഹോദര്യത്തിൻ്റെയും ദൈവികമായ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പരസ്പരം കരുതുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും മാർഗമാണ്. ആ ഒരു അവസ്ഥയാണ് ദൈവത്തിൻ്റെ രാജ്യമായി യേശു അവതരിപ്പിച്ചത്. എന്നാൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വളരുവാൻ ആർക്കും കഴിയുന്നില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ മെത്രാന്മാർ വല്ലവിധേനയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് അതുകൊണ്ട് സംഘപരിവാറിൻ്റെ കൈയടി വാങ്ങിക്കാനായിട്ട് തത്രപ്പെടുന്നത്. അതിന് കേരള സ്റ്റോറിയെ പോലും അവർ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയമില്ലെങ്കിൽ പിന്നെ കാര്യം കാണാൻ ഏത് കഴുതയുടെയും കാല് പിടിക്കുമെന്ന് നമുക്കറിയാം. ദൈവത്തിൽ വിശ്വസിക്കാത്തവന്, ദൈവഭയമില്ലാത്തവൻ മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും. ഒരു കടിഞ്ഞാണും അവൻ്റെ മേൽ പ്രവർത്തിക്കുകയില്ല എന്നതിൻ്റെ തെളിവാണിത്. അതിൻ്റെ മറ്റൊരാവിഷ്കാരമാണ് ഈ ഗാസ ഇസ്രയേൽ സംഘർഷം. അതിൻ്റെ മറ്റൊരു ശിഖരമാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം. ഇതൊക്കെ ആവർത്തിച്ച് സംഭവിക്കുന്നുവെങ്കിലും ചരിത്രം നമ്മോട് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ ലോക മനുഷ്യജാതി തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് അല്പം വിവരമുള്ളവർ പറഞ്ഞത്, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ബട്ട് മാൻ നെവർ ലേൺസ്. ചരിത്രം അതിൻ്റെ സത്യങ്ങളെ നിരന്തരം അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനുഷ്യനോ അത് കേട്ട് ബുദ്ധി പ്രാപിപ്പാൻ ഒരു കാലത്തും കൂട്ടാക്കുകയുമില്ല എന്ന ഒരു സങ്കടകരമായ യാഥാർത്ഥ്യം. ഏതായാലും നാം ഏവരും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും അനുദിനം ഈ ഗതിവിശേഷങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.